വിസ്മയങ്ങളുണ്ടാകുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വി.ഡി. സതീശൻ പറഞ്ഞതൊക്കെ സംഭവിക്കുകയായിരുന്നു. പിണറായി സർക്കാരിൻ്റെ വികസന പ്രഖ്യാപനങ്ങൾക്കും പ്രചാരണ വേലകൾക്കും മുന്നിൽ ഒന്നുമല്ലാതിരുന്ന പ്രതിപക്ഷത്തിൻ്റെ നേതാവ് പക്ഷേ വിസ്മയങ്ങൾ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇടതുപക്ഷത്തെ തലയെടുപ്പുള്ള നേതാക്കളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ CPM അമ്പരന്നു. ജി. സുധാകരൻ മാത്രമല്ല, ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനുമൊക്കെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞപ്പോൾ സതീശൻ ചോദിച്ചു, ഇനിയും വിസ്മയങ്ങൾ വേണോ എന്ന്. UDF 100-ലേറെ സീറ്റുകൾ നേടുമെന്ന് സതീശൻ പറഞ്ഞപ്പോൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി നിരീക്ഷകർ ഉൾപ്പെടെ വിധിയെഴുതി. എന്തും പറയാൻ കഴിയുന്ന സർവേകളിൽ പോലും UDFന് സെഞ്ചുറി കിട്ടിയില്ല. കേരളത്തിലെ ജനങ്ങൾ പക്ഷേ വി.ഡിയുടെ വിസ്മയ സ്വപ്നങ്ങൾക്കൊപ്പമായിരുന്നു. 102 സീറ്റുകളുമായി ഇടതുമുന്നണിയെ നിലംപരിശാക്കി UDF തിരിച്ചു വരുമ്പോൾ വിസ്മയം കൊള്ളാതെങ്ങനെ? വിസ്മയമുണ്ടായില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നും പിന്നെ കാണില്ലെന്നും പറയാൻ സതീശനല്ലാതെ മറ്റാർക്കാണ് നെഞ്ചുറപ്പുള്ളത്? മിന്നുന്ന വിജയം നേടിയിട്ടും മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് 11 ദിവസം വേണ്ടി വന്നു. മനോഹരമായ ജനാധിപത്യ പ്രക്രിയയെന്ന് പറയാമെങ്കിലും നാട്ടുകാർ വിവരമറിഞ്ഞു. പട നയിച്ചവർ നാട് നയിക്കട്ടെയെന്ന് കേരളമാകെ വിളിച്ചു പറഞ്ഞ അഭൂതപൂർവമായ വിസ്മയത്തിനും കാലം സാക്ഷിയായി. ഒടുവിൽ ജനവികാരത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കീഴടങ്ങുകയായിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം കേൾക്കാൻ നാട് മുഴുവൻ കാത്തിരുന്നു എന്ന് പറയാം. അണപൊട്ടിയ ആഹ്ലാദം കേവലം കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രമായിരുന്നില്ല. ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, സതീശനിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ആയിരങ്ങൾ അതിൽ പങ്കുചേർന്നു. പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ വീണ്ടും സതീശന്റെ വിസ്മയ നിലപാടുകളാണ് പുറത്തുവരുന്നത്. ഗ്രൂപ്പില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് പാർട്ടിയെ നയിച്ച പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ഒരുമിച്ച് നിർത്താനുള്ള ശ്രമങ്ങളാണ് ആദ്യം തുടങ്ങിവെച്ചത്. ഹൈക്കമാൻഡിനും ഘടകകക്ഷികൾക്കും നന്ദി പറഞ്ഞ വി.ഡി. മുഖ്യമന്ത്രി പദം ദൈവനിയോഗമാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സാണ്, പ്രാർത്ഥനകളാണ് കൂടെയെത്തുന്നത്. തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കുമെന്നും ഒരുമിച്ച് മുന്നോട്ടു പോകുമെന്നുമായിരുന്നു ആദ്യ പ്രഖ്യാപനം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ AK ആന്റണിയെയും VM സുധീരനെയും കണ്ട് സതീശൻ അനുഗ്രഹങ്ങൾ വാങ്ങി. കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിൽ നിയോഗം കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് തുടർന്ന് മുഖ്യമന്ത്രിയായി സേവനം ചെയ്യാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഇന്ത്യയിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അനുഭവസമ്പത്തുള്ള, ഏറ്റവും സോണിയാഗാന്ധിയുടെ ഉപദേശം സ്വീകരിച്ചു രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന കൂടിയാണ് വി.ഡി. സതീശനെ ഈ സ്ഥാനത്ത്. ഞാൻ ആ തീരുമാനത്തെ പൂർണ്ണമായി പിന്താങ്ങുന്നു, സന്തോഷത്തോട് സ്വീകരിക്കുന്നു. സതീശന് എല്ലാവിധ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത 5 വർഷക്കാലം കേരളത്തിൻ്റെ ഒരു സുവർണകാലമായി മാറട്ടെ ഞാൻ ആശംസിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ 2003 സമാനമൊന്നും ഞാൻ പറയുന്നില്ല. ഏതാണ്ട് ഇതിനോട് അടുത്ത ഒരു ജനവിധിയുമായിട്ടാണ് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാറിയത്. ആ കാലത്തും വലിയ ആരവവും മാധ്യമ പിന്തുണയും എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ആരവങ്ങൾ കെട്ടടങ്ങി, മാധ്യമങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞു. കാരണം അന്നത്തെ ഗവൺമെൻറ് അന്നത്തെ സാഹചര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എടുത്ത ചില കടുത്ത തീരുമാനങ്ങളായി. കേരളം സാമ്പത്തികമായി തകർന്ന് പാപ്പരായി.
മുഖ്യമന്ത്രിക്ക് ഡൽഹിക്ക് പോകാൻ ഒരു എയർ ടിക്കറ്റ് നൽകാൻ പോലും ഇന്ത്യൻ എയർലൈൻസ് തടസ്സം നിന്നൊരു കാലഘട്ടത്തിൽ എല്ലാവരും കൊണ്ട് ആലോചിച്ച് ചില കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നു. അതോടുകൂടി ആർപ്പൊളിച്ചവരെല്ലാം തിരിഞ്ഞു. ആർപ്പൊളിച്ച മാധ്യമങ്ങളെല്ലാം കല്ലെറിയാൻ തുടങ്ങി. ആ സാഹചര്യം ദയവ് ചെയ്ത് വി സതീശനും സഹപ്രവർത്തകർക്കും ഉണ്ടാകുന്നു. തുടക്കത്തിൽ തന്നെ ഒന്നിനു പുറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. അത് പൂർണ്ണമായി എനിക്കറിയില്ല, ഞങ്ങൾക്ക് പ്രഖ്യാപിക്കും. പക്ഷെ തുടക്കത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് മുണ്ട് കൊടുക്കേണ്ടി വരും, കുറച്ച് കയ്പീതിന് കുടിക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ കുറച്ചുകൂടി കേരളത്തിന് യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇത് പാപ്പരായ സംസ്ഥാനമാണ്. 2001 ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തേക്കാൾ 10 ഇരട്ടി, അതിനേക്കാൾ 10 ഇരട്ടി കൂടുതൽ സാമ്പത്തികമായി തരിപ്പണമായ ഒരു സംസ്ഥാനമാണ്. ആർക്കും അറിയില്ല കേരളത്തിൽ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി. അത്ര തരിപ്പണമായി സംസ്ഥാനത്തെ ഒന്ന് കരകയറ്റാൻ സാവകാശം നൽകണം, സഹായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സതീശനും UDF-നും ഞാൻ എല്ലാ ആശംസകൾ നേരുന്നു. ഞങ്ങളെ സംസാരിച്ചു അതേക്കുറിച്ചൊക്കെ എന്നേക്കാൾ അനുഭവസമ്പത്ത്. കാരണം എന്നേക്കാൾ ജനങ്ങളോട് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രത്യേകമായ സിദ്ധി എൻ്റെ സഹപ്രവർത്തകർ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നേക്കാൾ ജനങ്ങളെ ഡയറക്റ്റ് പുതിയ കാലഘട്ടത്തെ പുതുയുഗത്തിൻ്റെ, കാരണം അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ചാനലും സോഷ്യൽ മീഡിയയും ഏയുമുള്ള ഈ കാലഘട്ടത്തിൽ ജനങ്ങളോട് ശരിക്കും സംവദിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവും കൂടി ഈ കാലഘട്ടത്തിൽ സുഹൃത്തുക്കൾ അദ്ദേഹം അതിനേക്കാൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും സതീശൻ സന്ദർശിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കരുക്കൾ നീക്കിയ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും VD തള്ളിപ്പറയുന്നില്ല. ചെന്നിത്തലയുടെ വീട്ടിലെത്തി തന്റെ നേതാവാണെന്നും ജ്യേഷ്ഠ സഹോദരനാണെന്നും പറഞ്ഞ സതീശൻ ഉള്ളുതൊടുന്ന വാക്കുകളിലൂടെ പടയൊരുക്കുന്നവരെയും കൂടെ നിർത്തുകയാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിരവധി തവണ ഏറ്റുമുട്ടിയ പോർമുഖങ്ങൾ തുറന്ന പിണറായി വിജയന്റെ വീട്ടിലും സതീശനെത്തി എല്ലാ പിന്തുണയും അഭ്യർത്ഥിച്ചു. പിണറായി സർക്കാർ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പറയാനും സതീശൻ മടിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്, പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല, രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ കൂടി ഞാൻ വികസന പദ്ധതികൾ സർക്കാരിന് മാറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാവും. ഒരു മുന്നണി സർക്കാർ കൊണ്ട് വികസന പദ്ധതികൾ പിന്നീട് അടുത്ത സർക്കാർ വരുമ്പോൾ ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റുന്നത്? ഗവൺമെൻറ്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെൻറ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെൻറ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും?
അതൊന്നും ചെയ്യില്ല. സത്യപ്രതിജ്ഞ ക്ഷണിച്ചോ? ചോദിച്ചോ നല്ലത് ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പറയാൻ പറ്റുമോ? സത്യപ്രതിജ്ഞ ക്ഷണിച്ചോ? പങ്കെടുക്കുമോ? സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചോ? സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത്. പങ്കെടുക്കുമല്ലോ അല്ലേ? ഓക്കെ, ഒരു സന്തോഷം, ഒരു സന്തോഷം. കോൺഗ്രസിനകത്തും പുറത്തും ജനഹിതമറിഞ്ഞ സമീപനങ്ങൾ കൊണ്ട് സതീശൻ നിലപാടുകളുടെ രാജകുമാരനാകുന്നു. രണ്ടായിരത്തി 2021 വെറും 41 സീറ്റിൽ UDF തീർന്നുപോയെന്ന് വിധിയെഴുതിയവർക്ക് മുന്നിൽ തൃക്കാക്കര വിജയവും തദ്ദേശ വിജയവും സമ്മാനിച്ചുകൊണ്ടാണ് സതീശൻ വിസ്മയമെഴുതിയത്. തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഘടകകക്ഷികൾക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം നൽകുന്നതിനായിരുന്നു സതീശന്റെ പ്രഖ്യാപനങ്ങൾ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ VD സതീശൻ നയിച്ച പുതുയുഗയാത്രയെ തുടർന്നാണ് വിസ്മയങ്ങൾ ഒന്നൊന്നായി വിരിഞ്ഞിറങ്ങിയത്. ടീം UDF എന്ന് ആവർത്തിച്ചു പറഞ്ഞ് എല്ലാവരെയും കൂടെ നിർത്തിയ സതീശൻ തുറന്ന സംവാദത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കാനും ചങ്കൂറ്റം കാട്ടി. വ്യക്തിജീവിതത്തിൽ വായനയും വിചാരങ്ങളുമായി മുന്നോട്ടു നീങ്ങുന്ന സതീശൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ശക്തി നേടിയത്. പൊതുപ്രവർത്തകനെന്ന നിലയിൽ പാർട്ടിയിലും സർക്കാരിലുമൊക്കെ പല അവസരങ്ങളുണ്ടായെങ്കിലും അവയെല്ലാം ചുണ്ടിനും കപ്പിനുമിടയിൽ തട്ടിപ്പോകുന്ന നിരവധി അവസരങ്ങളുണ്ടായി. അന്നൊക്കെ വായനയിൽ നിന്ന് കരുത്തു നേടിയ VD കാടിനോടും കാട്ടാറുകളോടുമാണ് സങ്കടം പറഞ്ഞു തീർത്തത്. ഇപ്പോഴിതാ മന്ത്രി പോലുമാകാതെ നേരിട്ട് മുഖ്യമന്ത്രിയായി വിസ്മയം തീർക്കുന്നു. ഇത് കാലത്തിൻ്റെ വിധിയെഴുത്തായിരിക്കാം. കർഷകന്റെ മനസ്സും തീരാത്ത കുതിപ്പിന് കരുത്തുമുള്ള പറവൂരിൻ്റെ VD ഇപ്പോഴിതാ കേരളത്തിൻ്റെ അമരക്കാരനാകുന്നു. പുതുയുഗത്തിൻ്റെ കാവൽക്കാരനാകുന്നു. ഞങ്ങളുണ്ട് കൂടെയെന്ന് ആർത്തുവിളിച്ച് കേരള ജനത കൂടെ ചേരുന്നു. നിലപാടുകളുടെ ഉൾക്കരുത്തിൽ